പള്ളിക്കാട്ടിലെ അല്ലെങ്കിൽ പള്ളി മൈതാനിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിയൽ മുഅ്മിനീൻ എന്ന് പറയുന്ന സലാം. നമ്മൾ വിചാരിക്കും അതിലൊക്കെ ഇപ്പൊ എന്താ കിടക്കണത്, ഒരു യാസീനൊന്നും ഒന്നില്ലല്ലോ, അല്ലെങ്കിൽ 11 ഇഖ്ലാസ് ഒന്നും ഒന്നില്ലല്ലോ. ആ ഓത്തിന്റെ പവർ ഉണ്ട്, ശരി. പക്ഷേ സലാമു ചില്ലറല്ലോ. ഒരു നന്മ, ചെറിയൊരു നന്മ, നമ്മളിപ്പോ ഒരു ബിസ്മി ചൊല്ലിയിട്ട് എല്ലാവർക്കും ഹദിയ ചെയ്ത് എങ്കിൽ ആ ഖബറിൽ കിടക്കുന്നവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അപ്പൊ ഏത് പള്ളി മൈതാനിയുടെ പരിസരത്തൂടെ നമ്മൾ പോകുമ്പോൾ, അവിടെ സിയാറത്തിന് പോകുന്നതാവട്ടെ, ആ പള്ളിയിൽ നിസ്കാരത്തിന് കയറാൻ നമ്മൾ വണ്ടി നിർത്തിയതാവട്ടെ, അല്ലെങ്കിൽ റോഡിലൂടെ വണ്ടി എടുത്ത് പോകുന്നതാവട്ടെ, പള്ളി മൈതാനി കണ്ടാൽ ഉടനെ മുഅ്മിനീങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് എന്ന നിലയിൽ അവിടെ അസ്സലാമു അലൈക്കും ദാറ ഖൗമിയൽ മുഅ്മിനീൻ എന്ന സലാം നമ്മൾ ചൊല്ലണം. അതാ മുഅ്മിനീങ്ങൾക്ക് എത്രമാത്രം സന്തോഷം. ഏത് പള്ളിക്കാട്ടിലൂടെ അതിന്റെ പരിസരത്തൂടെ പള്ളി മൈതാനിയുടെ പരിസരത്തൂടെ പോകുമ്പോൾ നമ്മൾ സലാം പറയണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. അതൊക്കെ നമുക്കൊരു നിസ്സാരമായിട്ട് തോന്നും. ശരിക്ക് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്, ഖബറിന്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യന് ആ പരിസരത്തൂടെ പോകുന്ന ഒരാളുടെ സലാം കിട്ടുക എന്ന് പറയുന്നത്, മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ ആരോ കയറോ വല്ലതും രക്ഷപ്പെടുത്താനുള്ള മാർഗം ഇട്ടുകൊടുക്കുന്ന സന്തോഷം അവർക്കുണ്ടാവുക. ആ സന്തോഷം അവർക്കുണ്ടാവും. ഒരു സലാം കിട്ടൽ മരണപ്പെട്ടവർക്ക് ഖൈറുൽ ലഹും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും ഈ ദുനിയാവിൽ ഉള്ളത് എല്ലാം കിട്ടുന്നതിനേക്കാൾ വലുതാണ്.